ഇന്ന് രാവിലെ നേരത്തെ എല്ലാരും കൂടി ഒരു സ്ഥലത്ത് പോവാണ് ട്ടാ. തിരിച്ചു വരുമ്പോ നന്നായി വൈകുന്നുള്ളത് കൊണ്ട് നമ്മുടെ മിലുവിനെ അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലാക്കിയിട്ടാണ് ട്ടാ പോണത്. നമ്മളെല്ലാരും കൂടി കൊച്ചിയിലോട്ടാണേ പോണത്. അച്ഛനും അമ്മയ്ക്കും ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാനാണ്. ഒരു പ്രൊമോഷൻ വർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോണത്. എനിക്കും ചിക്കുനും ക്ലാസ് ഉണ്ടായിരുന്നേ, പക്ഷെ ഞങ്ങള് ക്ലാസ് മുടക്കിയിട്ടാണ് ട്ടാ വന്നത്. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നേ, പക്ഷെ അവിടെ എത്തിയത് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടാ. കൊച്ചി കലൂരായിരുന്നു സ്ഥലം. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ഫുഡ് കഴിച്ചിട്ട് കയറാ വിചാരിച്ചേ. അങ്ങനെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ചെറിയൊരു കട കണ്ടപ്പോ നമ്മൾ അവിടെ കയറിട്ടോ. ദോശ കഴിക്കാനുള്ള ആഗ്രഹത്തിൽ പോയതാണെങ്കിലും അവിടെ ദോശ ഉണ്ടായിരുന്നില്ല. അച്ഛനും ഞാനും അമ്മയും പുട്ടാണ് എടുത്ത്, ചിക്കു മാത്രം ആപ്പാണ് ട്ടോ എടുത്തേ. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ കടലക്കറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുട്ടാണെങ്കിൽ ഭയങ്കര ഹാർഡായിരുന്നു, ഒരുവിധം നമ്മൾ അത് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടാ. ദേ ഇതാണ് സ്ഥലം. ഏകദേശം 2.5 മണിക്കൂറിന്റെ പ്രൊസീജിയർ ആയിരുന്നു കേട്ടാ. എനിക്ക് പിന്നെ ബോറടിക്കണം എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടാ, കാരണം ഞാനായിരുന്നു കേട്ടാ വീഡിയോ എടുത്ത് കൊടുത്തത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ എവിടെ പോയാലും ഞാനാണല്ലോ ക്യാമറാമാനോ. 2.5 മണിക്കൂർ പോയത് അറിഞ്ഞേ ഇല്ല കേട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 2:30 ആയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ എവിടെ പോകുന്ന ആലോചിച്ചിട്ട് നമ്മൾ നേരെ ലുലു മാളിലാണ് കേട്ടാ വന്നത്. ഞാൻ കുറെ പേരുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, പേരകളിലത്തെ ബിരിയാണി അടിപൊളിയാണ് അടിപൊളിയാണെന്ന്. അപ്പൊ നമ്മൾ നേരെ പേരകണ്ണിലോട്ടാണ് കേട്ടാ പോണത്. നമ്മൾ കുറെ തപ്പി പിടിച്ചിട്ടാണ് കേട്ടാ പേരകളിൽ എത്തിയത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. സീറ്റ് മൊത്തം ഫുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് ട്ടാ നമ്മൾ അങ്ങോട്ട് കയറിയത്. അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ ദേ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടി ഇത് ഇത്തിരി ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റ്. ഇതിന്റെ റൈസ് ആണെങ്കിലും ഫ്ലേവർ ആണെങ്കിലും മൊത്തത്തിൽ അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമായിട്ടാ. നമ്മൾ ആ കൂടി 2 ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ 4 പേരും കൂടി കഴിച്ചു. ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വന്നത് 310 രൂപയാണ്. എല്ലാ ഐറ്റംസിനും കുറച്ച് റേറ്റ് കൂടുതൽ തന്നെയാണ്. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച അടുത്ത പരിപാടി ലുലു മാൾ ഒന്ന് മൊത്തം കറങ്ങാൻ വിചാരിച്ചു. നമ്മൾ എപ്പോൾ മോളുകളിൽ പോയാലും അമ്മ ഈ എക്സ്കലേറ്ററിൽ കയറാറില്ല, സ്റ്റെപ്പിലൂടെ തന്നെ കയറി വരുള്ളൂ. പതിവ് പോലെ ഇവിടെയും അത് തന്നെ സംഭവിച്ചു കേട്ടോ. അങ്ങനെ നേരെ ലുലു മാളിന്റെ ടോപ്പിൽ പോയി കുട്ടികൾക്ക് കളിക്കേണ്ട സ്ഥലത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നതായിരുന്നേ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല കേട്ടാ, വെറുതെ കറങ്ങി തിരിഞ്ഞു അത്ര. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ലുലു മാളിൽ തന്നെ പെറ്റ്സിന്റെ ഷോപ്പിൽ പോയി. അവിടെ നിന്ന് നമ്മൾ മീനായിരുന്നു വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഞാൻ മീനിനെ അല്ലാട്ടാ വാങ്ങിച്ചത്, വേറൊരു പെറ്റിനെയാണ്. ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് നിങ്ങൾ ഗസ് ചെയ്തിട്ട് ഒന്ന് കമന്റിൽ പറയണേ. ഈ പെറ്റിനെ വാങ്ങിച്ചതോടുകൂടി നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്ത് പെറ്റിനെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം ട്ടാ. അപ്പൊ ഓക്കെ, ബൈ.